ഹലോ. അങ്ങനെ ഒരാഴ്ചത്തെ സുഖവാസം അവസാനിപ്പിച്ച് ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. വേറെ ഒന്നല്ല, വീട്ടിൽ നിന്ന് വന്ന വിഷമം അങ്ങോട്ട് ഉറങ്ങി തീർത്തു, അങ്ങനെ തന്നെ പറയാം. ജനൽ തുറന്നപ്പോഴാണ് നമ്മുടെ വപ്പന്മാർ ഒടിഞ്ഞു കിടക്കുന്നത്. അതുപോലെ നിറയെ വപ്പക്കായാണ്. എനിക്കാണെച്ചാൽ സങ്കടം വന്നിട്ട് പാടില്ല. വീട്ടിൽ നിന്ന് വന്ന സങ്കടം മാറുമ്പോഴത്തേനും അടുത്ത സങ്കടം. ഞാൻ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നിട്ടോ. ഇനി നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഓരോന്നോരോന്നായി പൊട്ടിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാം. ഇത് നല്ല തരം വപ്പയായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, അങ്ങനത്തെ തരം വപ്പക്കായി ആയിരുന്നു. ഓരോന്നും ഭയങ്കര വെയിറ്റ് ആണ്. ഇതിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അത് ഒടിഞ്ഞു വീണതാന്നാ എനിക്ക് തോന്നണത്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനൊന്ന് ഇങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി നോക്കിയപ്പോ അതിപ്പോ നിറയെ ചെറിയ ചെറിയ വെപ്പക്കായ കേട്ടോ. എനിക്കത് കണ്ടിട്ട് കളയാനും തോന്നില്ല, പക്ഷെ നമുക്കത് എടുത്തു വെച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഉള്ളതിൽ വലുതൊക്കെ നോക്കി പൊട്ടിച്ച് അതിനുശേഷം അതിനെ മാറ്റിയിട്ടു. എന്നിട്ട് മുറ്റടിക്കാൻ നോക്കിയിട്ടോ. ഞാൻ പോയതുകൊണ്ടാന്ന് തോന്നുന്നു മുറ്റത്ത് നിറയെ പുല്ലൊക്കെ മുളച്ചു. ഇനി അതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാം. ഉണ്ണിയോട് പോയിട്ട് ലൈറ്റർ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അത് എടുത്തു കൊണ്ടുവന്നിട്ട് അത് കത്തിച്ചു. അപ്പോഴത്തേക്ക് അടുത്ത പണിയിട്ടാ. ഉമ്മരത്ത് കിടക്കുന്ന ആ ചവിട്ടിമേ നിറയെ ചെയ്യാൻ പറ്റ വന്നിട്ട് ആകെ നാശമായിക്കണം. അപ്പൊ ഇനി ആ ഓസ് വെച്ചിട്ട് അതൊന്ന് കഴുകാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ ഉണ്ണി വന്നിട്ട് ചേച്ചി ഉണ്ണിയും തല്ലൂടിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കത് കേൾക്കാനുള്ള മൂടൊന്നുമില്ല. വേറൊന്നല്ല, നമ്മളെ വപ്പ മുറിഞ്ഞതിന്റെ ഒരു സങ്കടയും. ഇനിയിപ്പോ കൈയും മുഖമൊക്കെ കഴുകി അകത്ത് കയറി കുളിച്ചിട്ട് വേണം ചായ പരിപാടി നോക്കാൻ.